ഹായ് എവരിവൺ, molbinstaste എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന 2 ആഴ്ചയും കൂടിയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇന്ന് തുടങ്ങി ഞാൻ കുറച്ച് ക്രിസ്മസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് ഇടുന്നത് പോർക്ക് ഡ്രൈ ഫ്രൈ ആണ്. ഈ ഡിഷ് എല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പോർക്ക് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള പോർക്ക്. ഇത് ഒരു 1/2 കിലോ കാണും. ഞാനിത് നല്ലപോലെ സ്ക്വയർ പീസായിട്ട് അരിഞ്ഞ് കഴുകി കൊണ്ടുവരാം. ആ സമയത്ത് നമുക്ക് പാൻ വെച്ചൊന്നും ചൂടാവട്ടെ. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒലിവ് ഓയിലാണ്. ഞാൻ 2 ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് മാത്രമേ ഞാൻ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുള്ളൂ. ഇതൊരു 3 സവാളയാണ്. ഇത് 2 പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലപോലെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകിടുവാണ് കേട്ടോ. ഇപ്പോൾ കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള ഇടുവാണ്. ഇതിൻ്റെ പകുതി സവാളയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഒരു 1.5 സവാള, പച്ചമുളക് എല്ലാം ഇടുവാണ്. ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ഇടുവാണ് കേട്ടോ. എല്ലാം കൂടി നല്ലത് യോജിപ്പിച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഉള്ളി ഒരു 70% വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ. നമുക്ക് 1/2 കിലോ ഇറച്ചിയല്ലേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പൊടി ഇടുവാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ച് അതിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കളയാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തിടുവാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് വേണ്ടെങ്കിൽ ഇടണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇടുവാണ്. എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. അതായത് പോർക്ക് ഇറച്ചി ഇതുപോലെ സ്ക്വയറായി അരിഞ്ഞ് നല്ലപോലെ വിനാഗിരിയിൽ കഴുകി കൊണ്ടുവന്നിരിക്കുവാണ് കേട്ടോ. അത് നമുക്കിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ മസാലയിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് വിനാഗിരി കൂടി ചേർക്കുവാണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ. പുറത്ത് നല്ല മഴയാണ്, സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ മസാലയെല്ലാം മീറ്റിലോട്ട് നല്ലപോലെ ചേരട്ടെ. ഇതിന് മുന്നേ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് മീഡിയം ടു ലോയിലോട്ട് ഫ്ലെയിം മാറ്റിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റായി. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കിട്ടുന്ന പോർക്കിന് അധികം വേവൊന്നുമില്ല. ഈ വെള്ളം മാത്രം മതിയാവും. ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കുവാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ ഇതിൻ്റെ മസാല എല്ലാം ഈ നല്ലതുപോലെ ഇറച്ചിയിലോട്ട് പിടിക്കും. അത് പതിയെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റായി. നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നൊക്കെ നോക്കി ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ലതുപോലെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. തീ ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം. ഒന്നും കൂടി ഡ്രൈ ആയി വരട്ടെ കേട്ടോ. ഇപ്പം കണ്ടോ, എണ്ണ എല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ വറ്റി വരണം. ഗ്രേവി എല്ലാം നല്ലപോലെ ഇറച്ചിയിലോട്ട് പൊതിഞ്ഞ് ഇങ്ങനെ വരണം. സൈഡിലോട്ട് മാറ്റി വെക്കാണ് കേട്ടോ. ഒരു പാൻ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഹൈയിലോട്ട് വെച്ചിട്ട് പാൻ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മൾക്ക് ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഒന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ല കറക്റ്റിനുണ്ട്.
പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് ഈ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കുക. പാൻ നല്ലൊരു ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടികളും കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അത് ഞാനപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഉള്ളി നല്ല ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെച്ചിട്ട് കുറച്ച് പൊടികൾ ഉപയോഗിക്കുന്നു. അതൊരു ഈ ഉള്ളിക്ക് ആവശ്യമായതാണ് കേട്ടോ. ഞാനിടുമ്പോൾ ചെറുതായിട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത് ക്രഷ്ഡ് മുളകാണ്, ചുവന്ന മുളക്, അത് കുറച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിൻ്റെ എരിവനുസരിച്ച് ഇടാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, 2 നുള്ള് ഗരം മസാല, ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിടാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. ഇറച്ചി കണ്ടോ, നമ്മുടെ പോർക്ക് ഫ്രൈ ശരിയായിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം ഫ്രൈ ആയിട്ട്. നല്ലപോലെ മൊരിഞ്ഞ് മസാലയെല്ലാം അതിലേക്ക് നല്ലപോലെ കാരമലൈസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം.